അതെ, എന്താണ് പ്രോജക്റ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവരുടെ അവതരിപ്പിക്കണം. അതാണ് നിയമം. അതനുസരിച്ചിട്ട് അത് കേട്ടിട്ട് നമുക്ക് നമ്മുടെ ആശങ്കകൾ ഈ യോഗം തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള ഞാൻ ഈ പദ്ധതി പ്രദേശത്തെ താമസക്കാരനും ഈ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായിരുന്നയാണ്. ഈ ചെറിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാന്യരായ ADM-ഉം അതുപോലെ തന്നെ നമ്മുടെ ജീവറസ്റ്റും ഇവിടെ സ്വീകരിച്ചു. അപ്പൊ ഈ യോഗം ഈ ഹാളിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണമുള്ള ജനങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ വ്യക്തവും വളരെ ശരിയായതുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വേണ്ടത്ര ആളുകൾക്ക് ചുവടേക്ക് ഇറങ്ങിയിട്ടില്ല. വിവരങ്ങൾ നൽകാൻ മതിയായ രീതിയിൽ ഇതിന്റെ പരസ്യം ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഈ യോഗത്തിനെ കുറിച്ചുള്ള അറിയിപ്പ് എല്ലാവരും എത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എല്ലാവരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും നേരത്തെ മുൻപ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ ഇവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മാറ്റിവെക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിക്ക് എന്റെ അഭിപ്രായം. അതുമല്ല, ആ വാർഡ് ഇപ്പം ഈ കോറി വരുന്ന വാർഡിലെ ചുമതലയുള്ള മെമ്പർ കൂടിയാണ് ഞാൻ. അപ്പോൾ എന്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. താഴെ തട്ടിലെ പൊതുജനങ്ങൾ ആരും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. ഹലോ, ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, മറ്റ് ബഹുമാനമായ ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എന്റെ പേര് AR റിയാസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടവല മണ്ഡലത്തിന്റെ പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് പറയാനുള്ളത്, ഈ കോറിന്റെ കേസുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ കൂടി ആ പ്രദേശത്ത് മതിയായ അറിയിപ്പ് കൊടുക്കുന്നതാണ്. ആ പ്രദേശത്ത് മാത്രം ആളുകളാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ ഇവിടുന്ന് പോകുവാനാണ് ശ്രദ്ധിച്ചിരുന്നത്. ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഈ ആളുകളെല്ലാം അവരുടെ കുട്ടികളെ ഒരുക്കി സ്കൂളിലാക്കി ഉച്ചക്കഞ്ഞിയും വെച്ച് പൊതിഞ്ഞു പോകുന്ന ആളുകളാണ്. ഇവിടുത്തെ ഒരു ചായ പോലും കുടിക്കാതെ അവരുടെ കരയിരിക്കുന്നത്. ഇവർക്ക് പറയാനുള്ളതാണ് കേൾക്കുന്നത്. ഇവർക്ക് പറയാനുള്ളത് കേൾക്കുവാനാണ് ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത്. അതിനുള്ള സമഗ്രമായ മുന്നോട്ട് പോകണം. അത് മാത്രമല്ല, ഈ കോരയെ പറ്റി പറയാനുള്ളത്, നിലവിൽ കോരകൾ ഇപ്പോൾ കോര പ്രവർത്തിക്കുകയാണ്. ആ കോരയിലുള്ള വാഹനങ്ങൾക്ക് പോകാനില്ല. പൊതുവായിട്ട് വിളിക്കാം. ഞങ്ങളെ പോലെയുള്ള ബുദ്ധിമുട്ട് വേറെ ആർക്കുമില്ല. അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ. ഞങ്ങൾക്ക് കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഹിയറിംഗ് നടത്തുന്നത്. മൈക്ക് ക്ലിയർ ആക്കണം, എന്നിട്ടേ പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. മൈക്ക് ക്ലിയർ ആക്കണം. മൈക്ക് ക്ലിയർ അല്ല. മൈക്ക് ഓഫ് ചെയ്തേക്ക്. എല്ലാവർക്കും കേൾക്കണം. ഓരോരുത്തർ എന്താണ് പറയുന്നത് എല്ലാവർക്കും കേൾക്കണം. ഇതിൽ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത്? ഈ പദ്ധതി പറയട്ടെ സാറേ. ഒന്നാമത്തെ വിഷയം, എല്ലാ ഹിയറിംഗിനും സാറേ നിങ്ങൾ നിർത്തൊരു കാര്യം പറയട്ടെ. സാറേ ഇവിടെ സാറേ നിങ്ങളൊരു സെക്കൻഡ് കേക്ക്. ഒരു സെക്കൻഡ് സാറേ ഒന്ന് പറയുന്നത്. ഈ മൈക്ക് സെറ്റിൽ പറയുന്ന ഒന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പർപ്പസ്ഫുള്ളി എല്ലാ പരിപാടിക്കും ഇതുപോലത്തെ ഒരു അഴുക്ക മൈക്ക് കൊണ്ടുവയ്ക്കും. നിങ്ങൾ ആര് സംസാരിക്കുന്ന ആർക്കും കേൾക്കാൻ വയ്യ. പിന്നെ എന്തിനാണ് ഈ മൈക്കോട് വെച്ച് സംസാരിക്കുന്നത്? ഒരു മനുഷ്യനും കേൾക്കാൻ വയ്യ. എവരെ പർപ്പസ്ഫുള്ളിയുള്ള പ്ലാനാണ് ഇതുപോലത്തെ അഴുക്ക മൈക്ക് കൊണ്ടുവയ്ക്കും. ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തിനാണ് ഈ മൈക്കോട് വയ്ക്കുന്നത്? ഇത് ആരെ സംരക്ഷിക്കാനാണ് ഈ അഴുക്ക മൈക്കോട് വെച്ചേക്കുന്നത്? ഈ 2 വരിക്കപ്പുറമുള്ള ഒരു മനുഷ്യനോട് കേൾക്കാൻ വയ്യ. നിങ്ങൾ ഒന്നെങ്കിലും ഈ മൈക്ക് ക്ലിയർ ചെയ്യും. ഈ മൈക്ക് ക്ലിയർ ചെയ്യും നിങ്ങൾ.
നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കത്തില്ല. നിങ്ങൾ സംസാരിക്കണ്ട, വെറുതെ സംസാരിക്കണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, ക്ലിയർ ചെയ്തോ? ഇപ്പൊ ക്ലിയർ ആയി. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓരോ പ്രദേശത്ത് ഒരു പാറക്കോറി ആരംഭിച്ചു. അതിലൂടെ ജനങ്ങളുടെ ജീവിതം ഉത്സാഹമായിരിക്കുകയാണ്. വീണ്ടും ഒരു പാറക്കോറി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പാറക്കോറിയെ സംബന്ധിച്ചിടത്തോളം ആ പാറക്കോറി ഒരു വഴി പോലും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. 3 മീറ്റർ പോലും വീതിയില്ലാത്ത റോഡാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ചില മാഫിയകൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഒരു കാരണവശാലും ഓരോ പ്രദേശത്ത് പുതിയ ഒരു പാറക്കോറി അനുവദിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് ശക്തമായി അഭിപ്രായപ്പെടുകയാണ്. ഞാൻ BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പേര് മഞ്ചേശ്വരനാണ്. ഇവിടെ ഇപ്പോൾ ജനങ്ങൾ അഭിപ്രായം പറഞ്ഞതുപോലെ ഈ ഹിയറിംഗ് ഇവിടെ നടത്തണം എന്ന് തന്നെയാണ് BJPയുടെ അഭിപ്രായം. മാത്രമല്ല, പാറക്കോറിയുമായി പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ BJPയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരപരിപാടികൾ തന്നെ BJPയുടെ നേതൃത്വത്തിൽ ഇവിടെ ജനങ്ങൾക്കൊപ്പം എന്നുകൊണ്ട് ഉദാഹരിക്കുന്നത് പൂർണ്ണമായും ഈ യോഗത്തിൽ അറിയിക്കുകയാണ്. ഇതിപ്പോ നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായം മാനിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം മാനിക്കണം. ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം മാനിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിപ്പെടാത്ത നിരവധി പേരുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള ജനപ്രതിനിധികളും പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ട്. അവരെയും കേൾക്കേണ്ടതുണ്ട്. ഈ കേൾക്കുന്നത് അപ്പൊ ഈ പദ്ധതിയെക്കുറിച്ച് ഇന്ന് നിയമപരമായ അടുത്ത നടപടി പദ്ധതിയിൽ നിന്നുള്ളൊരു അവതരണമാണ്. ആ പദ്ധതിയെക്കുറിച്ച് ബന്ധപ്പെട്ട RGPയോട് അവതരിപ്പിക്കും. അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നുള്ള പരാതി പറയാനുള്ളവർക്ക് പറയാം. ഇനി പരാതി പറയാത്തവർക്ക് ഒരു അവസരം കൂടി കൊടുക്കും. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പദ്ധതിയുടെ R2P-ആണ്. അത് റെക്കഗ്നൈസ് ക്വാളിഫൈഡ് പേഴ്സൺ. അതിന് സമയമില്ലാത്ത കാരണം ഞാൻ നേരെ പ്രസന്റേഷൻ ചെയ്യുന്നു. ഈ പദ്ധതിയുടെ നിർദ്ദേശിക്കുന്ന പേര് ശ്രീ നാസർ, അതുപോലെ മിസ്റ്റർ നാസറാണ്. ഇതിൻ്റെ അപേക്ഷ 2024 സ്റ്റോറിൻ്റെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് 1/3/2025 അത് അപ്രൂവ് ആയി
കിട്ടിയതാണ്, അനുമതി കിട്ടിയതാണ്. പദ്ധതിയുടെ വിസ്തൃതി 2.4464 ഹെക്ടറാണ്. ഉദ്ദേശം ഒരു 6 ഏക്കറിന് മേളിൽ 6.1 ഏക്കർ. ഇതിൻ്റെ സ്ഥാനം റീസർവേ നമ്പേഴ്സെല്ലാം ഉണ്ട്. 173 പാർട്ട് 4, 173 പാർട്ട് 4 അതിൽ കാണുന്നതാണ്. പദ്ധതി വിഹിതം 87 ലക്ഷം രൂപയാണ്. അതിൻ്റെ EMI 7,90,000 രൂപയാണ്. ഈ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പരസ്യം കൊടുത്താണ്. പത്രത്തിൽ പരസ്യം കൊടുത്തിന് തന്നെ ഒരു ഫോട്ടോയാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാവരും കേൾക്കാറുണ്ട്. ഹലോ, ഇപ്പോൾ കേൾക്കാം? ഇപ്പോൾ ക്ലിയർ ആണോ? ഞാൻ മാക്സിമം മൈക്കിന് അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഉപഗ്രഹ ചിത്രമാണ്, സാറ്റലൈറ്റ് ഇമേജ് എന്ന് പറയുന്നത്. പദ്ധതിയുടെ 500 മീറ്റർ റേഡിയസിൽ 500 മീറ്റർ അതിൻ്റെ റേഡിയസിലുള്ള ഏരിയയുടെ ഒരു സാറ്റലൈറ്റ് ഇമേജ് ആണ്, അതായത് ഉപഗ്രഹ ചിത്രം. ഇത് സർ ഗൂഗിളിൽ എല്ലാ ഇമേജ് അപ്ഡേറ്റ് ആവത്തില്ല. ആദ്യം പ്രസിഡന്റ് കഴിയട്ടെ, നിങ്ങളത് നോട്ട് ചെയ്ത് അഭിപ്രായം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കും. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളത് കഴിഞ്ഞിട്ട് കേട്ടാൽ ഓഫീസുകളിൽ പല പ്രാവശ്യം നിരങ്ങിയവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കണം ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർക്കും അധികാരികളും പോരാ. സാധാരണ അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് ജനങ്ങൾ എവിടെ പോകും? ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? പറയണം. ഇറങ്ങിപ്പോകാൻ പറയാതെ നല്ല വിവരമില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കൃത്യമായ വിവരമില്ലെങ്കിൽ നിങ്ങൾ അയാളത്തെ കൃത്യമായ വിവരം കൊണ്ടൊന്ന് അവതരിപ്പിക്കാൻ പറയണം. അതാണ് ഒരു ഉദ്യോഗസ്ഥന്റെ കടമ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങളും അവരാണ് ഇത് മാറ്റിവെക്കണമെന്ന് പറയുന്നത്. അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഞാൻ. ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? പറയണം. നിങ്ങൾ തമ്മിലടിക്കുന്ന അഞ്ചോട്ടേക്ക് വിവരങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കണം. ഈ ഹിയറിംഗ് പദ്ധതി പ്രദേശത്ത് വെച്ച് നടത്താനുള്ളതാണ്. ഇത് പോരേടത്ത് വെച്ച് നടത്തേണ്ട ഹിയറിംഗ് ആണ്. ഇത് കിലോമീറ്റർ ഇത്രയും ചടയമല നിർത്തിനുകൊണ്ട് വെച്ച് നടത്തണം. പദ്ധതി പ്രദേശത്ത് ഈ ഹിയറിംഗ് നടത്താൻ സൗകര്യമുണ്ട്, സ്ഥലമുണ്ട്. ചടയമല ഗ്രാമപഞ്ചായത്തിലെ കണ്ണമ്പാറ കണ്ണി മേഖലയിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന പാറക്കോറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഹിയറിംഗാണ് ഇപ്പോൾ ചടയമല സുധാക്കം പാലസിൽ നടക്കുന്നത്. എന്നാൽ ഒരുപാട് നിഷേധങ്ങൾക്കൊടുവിൽ അത് ഹിയറിംഗ് തുടങ്ങുന്നത്. തത്സമയമാണ് സാക്ഷി TV ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ പ്ലീസ് 500 മീറ്റർ ചുറ്റളവിലുള്ള ബാക്കി കോറികളുടെ വിശദാംശങ്ങളാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ നാസർ
നാസറിന്റെ ക്വാറി ഇപ്പോൾ 4464 ഹെക്ടറിന്റെ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത്. ഇനി ഹലോ, ക്ലിയർ ആണല്ലോ? ശ്രീ നാസറിന് തന്നെ ഇനിയൊരു സൈറ്റ് കൂടെ ഉണ്ട്. അത് 1 ഹെക്ടറിന് താഴെയാണ്. നിലവിലുള്ള ഒരു ക്വാറി നാൻ ഇൻഡസ്ട്രീസ് അവരുടെ ഒരു ക്വാറിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1.8109 ഹെക്ടറാണ്. എല്ലാം ചേർത്ത് 5.2036 ഹെക്ടർ വരുന്ന കാരണം ക്ലസ്റ്ററിൽ വരുന്നു. അതിന് പ്രമാണിച്ചാണ് ഈ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത്. ഇത് പദ്ധതിയുടെ സ്ഥാനപൂർണ്ണമാണ്. ലൊക്കേഷൻ മാപ്പിലെ ഇത് കേരളത്തിലെ കൊട്ടാരക്കര താലൂക്കിൽ, കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടാരക്കര താലൂക്കിൽ ചടയമംഗലം വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഖനിയാണ്, പാറഖനിയാണ്. ഇതിന്റെ ഗൂഗിൾ ഉപഗ്രഹ സാറ്റലൈറ്റ് ഇമേജ് നേരത്തെ കാണിച്ചു തന്നെ അതിന്റെ സാറ്റലൈറ്റ് ഇമേജ് ആണ്. ഇതിന്റെ ഒരു ടൈം ലൈൻ സ്റ്റാർട്ടിംഗ് പോലെ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചു തോന്നുന്നു. അതിന്റെ ലൈസൻസ് പരമായിട്ട് 27/7/2023 ബിൽഡിംഗ് സ്റ്റോൺ ക്വാറി പട്ടയത്തിനായി ആദ്യം അപേക്ഷിച്ചു ശ്രീ നാസർ. 6 മാസം 2024 അതിന്റെ LOA ലെറ്റർ ഓഫ് ഇൻറ്റന്റ്, ആദ്യത്തെ വഴിയായിട്ട് LOA ലെറ്റർ ഓഫ് ഇൻറ്റന്റ് കിട്ടി. അത് കഴിഞ്ഞ് അതിന്റെ മൈനിങ് പ്ലാൻ പ്രിപ്പയർ ചെയ്തു. ഞാനായിരുന്നു എൻ്റെ മൈനിങ് പ്ലാൻ പ്രിപ്പയർ ചെയ്തത്. എനിക്ക് DMG അതിൻ്റെ ലൈസൻസ് ഉണ്ട്. മൈനിങ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുള്ള ലൈസൻസും ക്വാളിഫിക്കേഷനും ഉണ്ട്. ഞാനത് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് 13/8/2024 11,47,000 ടൺ ഖനനം ചെയ്യാനുള്ള അനുമതി ലഭിച്ചുകൊണ്ട് മൈനിങ് പ്ലാൻ അപ്രൂവ് ആയി. അതിനുശേഷം ഈ വിജ്ഞാപനത്തിൽ തുടർന്ന് നമ്മൾ D1 കാറ്റഗറിയിലുള്ള മൈനസാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ EC പ്രപ്പോസൽ എൻവയോൺമെന്റൽ ക്ലിയറൻസ് പാരിസ്ഥിതിക അനുമതിക്ക് അപേക്ഷിച്ചു. അത് കിട്ടിയ പ്രകാരം അതിന്റെ ടോർ ഉണ്ടായിരുന്നു ടേംസ് ഓഫ് റെഫറൻസ് പ്രകാരമാണ് ഈ പബ്ലിക് ഹിയറിംഗ് നടത്തുന്നത്. ഈ പബ്ലിക് ഹിയറിംഗിന്റെ മിനിറ്റ്സ് വീണ്ടും നമ്മൾ CAA സബ്മിറ്റ് ചെയ്യും. സ്റ്റേറ്റ് എൻവയോൺമെന്റൽ അതോറിറ്റി സബ്മിറ്റ് ചെയ്തിട്ട് അവരാണ് ഈ ഫൈനൽ പെർമിഷൻ കൊടുക്കുന്നത്. ഇത് പദ്ധതിയുടെ വിശദാംശങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് പദ്ധതി പ്രദേശത്തെ EA കോർഡിനേറ്റർ മിസ്റ്റർ വിക്രം കൃഷ്ണ വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോകളാണ്. ഇത് ഇതിന്റെ സർഫസ് പ്ലാനാണ്. അതായത് ക്വാറിയിൽ നമ്മൾ എങ്ങനെ ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു സർഫസ് പ്ലാൻ. ഇത് ക്വാറിയിൽ നിന്നുള്ള ഭൗമവിഭവങ്ങളുടെ ഒരു എസ്റ്റിമേഷനാണ്. അത് ഒരു കണക്കൂട്ടലാണ്. ടോട്ടലായിട്ട് അത് 20,68,000 ടൺ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണക്കൂട്ടിയാൽ കിട്ടിയത്. അതിൽ നമ്മൾ ഖനനയോഗ്യമായിട്ട് 11,47,000 ടൺ. ഖനന കാലാവധി 10 വർഷമുണ്ട്. 10 വർഷം കൊണ്ടാണ് ഈ 11,47,000 ടൺ അതിൽ എടുക്കാൻ അനുമതിയുള്ളത്. അത് നമ്മൾ കണക്കൂട്ടി ഉദ്ദേശം ഒരു വർഷം 300 ദിവസം എന്നുള്ള കണക്കൂട്ടലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഓരോ വർഷം നമുക്ക് ചെയ്യാൻ അനുമതി തന്നിരിക്കുന്നത്. ആദ്യത്തെ വർഷം 70,000, പിന്നെ അടുത്ത 8 വർഷം 1,27,000 ടൺ വീതവും. അത് കഴിഞ്ഞ് അവസാനത്തെ വർഷം, അതായത് 10ാമത്തെ വർഷം 77,000 ടൺ, 77,175 ടൺ. അത് അപ്പോൾ അതിൻ്റെ ടോട്ടൽ 11,47,175 ടൺ വരും. ഇതാണ് നമുക്ക് അനുമതി ചെയ്യാൻ മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്ന് ഇത്രയും ടണ്ണാണ് അനുമതി ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഉള്ളത്. ഇതിൻ്റെ ജിയോളജിക്കൽ പ്ലാനാണ്. നമ്മൾ എത്ര അടി വരെ താഴോട്ട് പോകും എന്നുള്ള ജിയോളജിക്കൽ പ്ലാനാണ്. ഇത് മാനവശേഷി വികസനം, അതായത് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന എത്ര ആൾക്കാർ ജോലിക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്. ഇതിൻ്റെ കുറച്ച് മാറാം. മൈൻ മാനേജറായിട്ട് ഒരാൾ ഉണ്ടാവും, ഫോർമാൻ ഒരാളുണ്ടാവും, ബ്ലാസ്റ്റർ അല്ലെങ്കിൽ മേറ്റ് ഒരാളുണ്ടാവും. ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും അവിടെ പാറ പൊട്ടിക്കലും വെടിവെക്കുന്നതെല്ലാം നടക്കുക. പിന്നെ എക്സ്കവേറ്റർ ഓപ്പറേറ്റർമാരുണ്ടാവും, ഡ്രില്ലേഴ്സ് ഉണ്ടാവും, അവർക്ക് സഹായങ്ങളുണ്ടാവും. ഉദ്ദേശം 16 പേരുണ്ടാവും. ലഭ്യമായ സാഹചര്യങ്ങളിലെല്ലാം ലോക്കൽ നാട്ടുകാർക്ക് തന്നെയായിരിക്കും ഇതിന്റെ മുൻഗണന കൊടുക്കുക ജോലിക്ക്. പദ്ധതിയുടെ വിന്യാസം ഇത് NH66, അതായത് നാഷണൽ ഹൈവേ 56 നിന്ന് 8.7 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ചടയമംഗലത്ത് നിന്ന് 4.7 കിലോമീറ്റർ വടക്ക് കിഴക്ക്. ഇത് പദ്ധതി പ്രദേശത്തിന്റെ അക്ഷാംശം രേഖാംശം എന്ന് പറയും. ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇതാണ് ക്വാറിയുടെ അതിര് നീക്കുന്ന പോയിന്റുകളാണ് ഈ അക്ഷാംശം രേഖാംശം. ഇതിന്റെ അടുത്തുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ, അതായത് പുഴകൾ, തോട്, റോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ലിസ്റ്റാണ്. ഏറ്റവും അടുത്ത സംരക്ഷിത വനമേഖല എന്ന് പറയുന്നത് സെന്തരണി വന്യജീവി സങ്കേതമാണ്. അത് 14 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത്. സെന്തരണി
സംരക്ഷിത മേഖലയാണ്. അതുമാതിരി ഇത്തിക്കര പുഴയുണ്ട്, കല്ലടത്തണ്ണിത്തോട് തോടുണ്ട്, ചടയമംഗലം പള്ളിക്കൽ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, പിന്നെ ആരാധനകളുണ്ട്. ഏറ്റവും അടുത്ത ആശുപത്രി ചടയമംഗലം ഗവൺമെന്റ് ആശുപത്രിയാണ്. സർ, ഒരു നിമിഷം. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മിനിറ്റ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ആരാണ് അല്ല ശരി അത് നോക്കാം. നിങ്ങളൊരു 10 മിനിറ്റോടെ അദ്ദേഹം പറഞ്ഞു തരട്ടെ. ഇതെല്ലാം നമുക്ക് പരിശോധിക്കാം. 10 മിനിറ്റോടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കും. ഇത് പദ്ധതി പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉപരിതല സവിശേഷതകൾ, അതായത് കാട്, മേജർ റോഡുകൾ, വീടുകൾ, അതിൻ്റെ ഒരു പിക്ചറാണ്. ഇത് അതിൻ്റെ ഭൂവിനിയോഗത്തിൻ്റെ, അതായത് കൃഷിയിടങ്ങൾ, അതെല്ലാം ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. കേൾക്കാമല്ലോ. പദ്ധതി പ്രദേശത്തെ ജലം, വായു, ശബ്ദം, മണ്ണ്, ഇതിനുള്ള മലിനീകരണത്തിനെ പറ്റി നമ്മൾ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. ഇത് മണ്ണ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്ത പോയിന്റ്സ് ആണ്. നമ്മൾ 7 സ്ഥലത്ത് നിന്ന് ആ പദ്ധതി പ്രദേശത്തെ മണ്ണ് കളക്ട് ചെയ്തിട്ടുണ്ട്. മണ്ണിന്റെ ഘടനയുടെ ഒരു പിക്ചറാണിത്. അതായത് മണ്ണ് പൊതുവെ ക്ലേ, സിൽറ്റ്, പിന്നെ സാൻഡ്, അതായത് മണൽ ഉൾപ്പെട്ട ആണ് അവിടുത്തെ മണ്ണ്. അതിന്റെ രാസഘടകത്തിൽ നൈട്രജൻ ഉണ്ട്. നമ്മൾ കേരളത്തിൽ പൊതുവെ കാണുന്ന പോലെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഇതെല്ലാം അതിലുണ്ട്. ജലത്തിന്റെ SSRMP 80 അതൊരു ഉപകരണമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ജലത്തിന്റെ ക്വാളിറ്റി കണ്ടുപിടിച്ചത്. ഇതെല്ലാം നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്ന സ്റ്റാൻഡേർഡുകൾ പ്രകാരമാണ് ഇതെല്ലാം ടെസ്റ്റുകളെല്ലാം നടത്തിയിരിക്കുന്നത്. അതിന്റെ ഉപരിജല സ്രോതസ്സും ഭൂജല സ്രോതസ് രണ്ടിന്റെയും സ്റ്റഡി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ pH വാല്യൂവും, ടർബിഡിറ്റി, ഡിസോൾവ് സോൾട്സ്, ഇതെല്ലാം ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്, കാഠിന്യം ഉൾപ്പെടെ. ഇത് വിൻഡ്രോസ് ഡയഗ്രം എന്ന് പറയും. അതായത് ആ പദ്ധതി പ്രദേശത്തെ കാറ്റിന്റെ ഗതി, അതിനെപ്പറ്റി സ്റ്റഡി നടത്തിയതാണ് ഈ വിൻഡ്രോസ് ഡയഗ്രം. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, അതായത് വടക്ക് കിഴക്ക് പ്രദേശത്തോട്ടും നോർത്ത് വെസ്റ്റ്, അതായത് വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തോട്ടുമാണ് കൂടുതൽ കാറ്റ് ഉണ്ടാകുന്നത് ഈ പദ്ധതി പ്രദേശത്ത്. ഇത് അവിടുത്തെ വായു സാമ്പിൾ കളക്ട് ചെയ്തതിൻ്റെ ലൊക്കേഷൻസ് ആണ്. ഇത് നമ്മൾ 8 സ്ഥലത്തു നിന്നാണ് വായുവിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൂക്ഷ്മകണികളുടെയും PM10, PM2.5 എന്ന് പറയും, പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതിൻ്റെ റിസൾട്ട്സ് ആണ് ഇതിൽ ഉള്ളത്. നമ്മൾ അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നിട്ടുള്ള ലിമിറ്റ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ലിമിറ്റ്സിന് അകത്ത് തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. അതേപോലെ ശബ്ദമലിനീകരണത്തിന് വേണ്ടി നമ്മൾ 10 സ്ഥലത്ത് നിന്ന് അതിൻ്റെ ശബ്ദത്തിൻ്റെ സ്രോതസ് കണ്ടുപിടിച്ച് അത് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റഡി ചെയ്ത പ്രകാരം
പകൽ സമയത്ത് 41.6 മുതൽ 53.4 ഡെസിബിലും രാത്രി സമയം 37.7 മുതൽ 44.8 ഡെസിബിലുമാണ് കോർ സോണിലുള്ളത്. ബഫർ സോണിൽ ഉള്ള ഫിഗേഴ്സ് ഞാൻ അതിൽ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ CPCB പറഞ്ഞ് പരിധിക്ക് അകത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം ഇത് ഭൂതരംഗ പ്രവർത്തനം, അതായത് വൈബ്രേഷൻ്റെ ഒരു സ്റ്റഡിയാണ്. ബ്ലാസ്റ്റിംഗ് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ലാൻഡ് വൈബ്രേഷൻ്റെ, ഗ്രൗണ്ട് വൈബ്രേഷൻ്റെ ഒരു സ്റ്റഡിയാണ്. അതിൽ നമ്മൾ ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് മാക്സിമം നമ്മൾ ഉപയോഗിക്കുക ഒരു 13 കിലോഗ്രാം എക്സ്പ്ലോസീവാണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതിൻ്റെ അത് വെച്ചുള്ള PPV, അതായത് പീക്ക് പാർട്ടിക്കിൾ വെലോസിറ്റി, ഈ ഗ്രൗണ്ടിലെ വൈബ്രേഷൻ അളക്കുന്ന അതിൻ്റെ ഒരു മെഷറാണ് പീക്ക് പാർട്ടിക്കിൾ വെലോസിറ്റി. സോറി, അതിൻ്റെ മലയാളം ഇല്ല, മലയാളം വാക്കില്ല. പീക്ക് പാർട്ടിക്കിൾ വെലോസിറ്റി എന്നതിൻ്റെ പേര്. അത് 2.3 മാത്രമാണ് അതിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി, DGMS എന്ന് പറയും, അവരാണ് ഇതെല്ലാം ഈ ബ്ലാസ്റ്റിംഗ് സംബന്ധമായ കാര്യങ്ങളെല്ലാം അവരാണ് പരിധി നിശ്ചയിക്കും. നമ്മൾ ശബ്ദ മലിനീകരണത്തിലും വായു മലിനീകരണത്തിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് പോലെ തന്നെ ഗ്രൗണ്ട് വൈബ്രേഷന് ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റിയാണ് പരിധി നിശ്ചയിക്കുന്നത്. അവർ പരിധി നിശ്ചയിക്കുന്നത് 8 നമുക്ക് അവിടെ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള 2.3. ഇത് വായു കാരണം പ്രതീക്ഷിക്കുന്ന ആഘാതങ്ങൾ, ഖനനപ്രവർത്തനങ്ങൾ കാരണം അവിടെ പൊടിപടലങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പൊടിപടലങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ബെഡ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പാറയാകുമ്പോൾ നിങ്ങൾക്കറിയാം കുഴിയടിക്കുന്നുണ്ടാവും. അപ്പോൾ കുഴിയടിയിൽ നമ്മൾ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്ത് പൊടി മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം അത് കുറയ്ക്കുക. പിന്നെ ഇതിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ജോലിക്ക് വയ്ക്കുക. ബ്ലാസ്റ്റിംഗ്, ഇനി പാറയിൽ വേറൊരു വായുമലിനീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ബ്ലാസ്റ്റിംഗ് കാരണമാണ്, വെടിവെക്കുമ്പോഴാണ്. അപ്പോൾ അതിന് ടെക്നിക്കലി ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് നാം പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാർപോളിന് ഉപയോഗിക്കുക. വണ്ടികളെല്ലാം അവിടുന്ന് പോകുന്ന സമയത്തെല്ലാം ടാർപോളിന് ഉപയോഗിച്ച് കവർ ചെയ്യുന്നതായിരിക്കും. തൊഴിലാളികൾക്ക് എല്ലാ തൊഴിലാളികളും പൊടിരഹിത മാസ്കുകൾ കൊടുക്കും. പൊടിരഹിത മാസ്ക് മാത്രമല്ല, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സാധ്യമായ എല്ലാ സാധനങ്ങളും, അതായത് ഹെൽമെറ്റ് ആയാലും സേഫ്റ്റി ഷൂസ് ആയാലും ഡസ്റ്റ് മാസ്ക്, ഇയർ പ്ലഗ്സ്, ഇതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ജലം ഇതിൽ ഒഴുകാൻ സാധ്യത, മഴവെള്ളം ഈ ക്വാറിയിൽ ആ ഭാഗത്തൂടെ ഒഴുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചെയ്യുന്നത് ഞങ്ങൾ ഗാർലൻഡ് ട്രീസ്, അതായത് പദ്ധതി പ്രദേശത്തിൻ്റെ ബൗണ്ടറിയിൽ കൂടെ ഞങ്ങൾ ഡ്രെയിൻസ് കൊടുക്കും. അതായത് വെള്ളം കെട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി. അതാണ് ഞങ്ങൾ വെള്ളം വഴിതിരിച്ച് വിടാൻ. ഇനി ശബ്ദങ്ങളുള്ള ആഘാതങ്ങൾ, ബ്ലാസ്റ്റിംഗ് കാരണം, ഡ്രില്ലിംഗ് കാരണമുള്ള ആഘാതങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ബ്ലാസ്റ്റിംഗ് കാരണമുള്ള ആഘാതങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റായിട്ട് തന്നെ നിർബന്ധം പറയുന്നുണ്ട്. നോൺ ഇലക്ട്രിക് ജനറേറ്റേഴ്സ്, നോണൽ പോലുള്ള പുതിയ എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ശബ്ദ ആഘാതം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ജൈവ പരിസ്ഥിതി, അവിടെ ഒരു ഹരിത കവചം, അതായത് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയും. പദ്ധതി പ്രദേശത്തിൻ്റെ ചുറ്റളവിൽ ലോക്കലി ഉണ്ടാവുന്ന മരങ്ങൾ വച്ച് പിടിപ്പിക്കുക എന്നുള്ളത്, അത് ചെയ്യാൻ പദ്ധതിയിൽ പ്രപ്പോസലുണ്ട്. പിന്നെ മൈൻ ക്ലോഷർ കഴിയുമ്പോൾ ഈ സംഭരിച്ച വെള്ളം ഏറ്റവും പിറ്റിൻ്റെ, അതായത് ക്വാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും താഴത്തെ പിറ്റിൽ ഈ മൈൻ വെള്ളം ശേഖരിച്ച് അത് നാട്ടുകാർക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ സസ്യങ്ങൾക്കെല്ലാം കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഇതാണ് മൈൻ ക്ലോഷർ പ്ലാൻ. CR ഫണ്ട് ഉപയോഗിച്ച് ചടയമംഗലം വില്ലേജിൽ പൊതുവികസനമായി ഉപയോഗിക്കും. CR ഫണ്ട് ഇപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ പുതിയ എൻവയോൺമെന്റൽ നിയമപ്രകാരം CR ഫണ്ട് എല്ലാം നിർബന്ധമാണ്. പ്രാദേശിക സാമ്പത്തിക വളർച്ച, നാട്ടിലുള്ളവർക്ക് കഴിയുന്നത്ര പരമാവധി നാട്ടിലുള്ളവർക്ക് ജോലി, ഇതെല്ലാമാണ് പ്രപ്പോസലിലുള്ള നേട്ടങ്ങൾ. ഒന്ന് ഉപസംഹരിക്കാൻ വേണ്ടി 2-3 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന്, ഈ പദ്ധതിക്ക് അനുബന്ധമായി ക്രഷർ വയ്ക്കാൻ ഇതിൻ്റെ മിസ്റ്റർ നാസർ ഉദ്ദേശിക്കുന്നില്ല. ക്രഷർ ഇതിൻ്റെ പ്രപ്പോസലിൽ ഇല്ല. ഓക്കെ, അതൊരു മെയിൻ പോയിന്റാണ്. 2, വെള്ളം വെക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കും, പിന്നീട് സംസാരിക്കാം. പോരയിടം റേഷൻ കട വഴിയുള്ള വഴി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തീർത്തോട്ടെ സാർ.
പരമാവധി നാട്ടുകാർക്ക് തന്നെ ജോലിയിൽ മുന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് ഓരോരുത്തർക്ക് പറയാം. ഞങ്ങളെ കൊല്ലാൻ പോകുമ്പോ പിന്നെ ഞങ്ങൾക്ക് എന്ത് സമാധാനം? ഞങ്ങളെ കൊല്ലാൻ പോകുമ്പോ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്ത് സമാധാനം? വേണമെന്ന് നിങ്ങൾക്ക് പോകാമല്ലോ. ഞങ്ങളെ കൊല്ലാൻ പോകുമ്പോ അപ്പൊ സമാധാനിക്കണം. അല്ല, ഇനി പരാതി കേൾക്കുകയാണ്. അതിനൊരു ജനാധിപത്യ മര്യാദ കാണിക്കുക. പറയുന്ന ആള് ഏതിന്റെ പേരും പിന്നെ ആരെയും സംഘടന കൊണ്ട് പ്രതിദാനം ചെയ്യുന്നെങ്കിൽ ആ വിവരം അറിയിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുകൊണ്ട് നോട്ട് ചെയ്യും. നിങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് മാത്രം പറഞ്ഞിട്ട് അത് സമർപ്പിക്കുക. ഓക്കെ. അഭിപ്രായം പറയാൻ എത്ര ദൂരപരിധിയിലുള്ളവർക്ക് പറ്റും? അങ്ങനെ എന്തെങ്കിലും നിബന്ധന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിബന്ധന ഉണ്ടോ? ഹലോ ഹലോ ഹലോ, ദൂരപരിധി എന്തെങ്കിലും ഉണ്ടോ? അഭിപ്രായം മറുപടി കിട്ടണം, മറുപടി കിട്ടണമല്ലോ. അതിനുവേണ്ടിയാണല്ലോ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ജഡ്ജല്ല, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ജഡ്ജല്ല, ജഡ്ജല്ല. ആവശ്യമായിട്ട് സംസാരിക്കും. ഒരാളുടെ വ്യക്തിത്വത്തെ സംസാരിക്കുന്നത് ശരിയല്ലേ? ഇത് പ്രദേശവാസികൾ എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് വാർത്തായിട്ട് ലിങ്ക് ചെയ്യാം. ഓക്കെ, ഗുഡ് 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 ഗുഡ്. സാർ ഏതൊക്കെ വാർഡ്? ഏതൊക്കെ വാർഡ്? 15-ാം വാർഡിലുള്ളവര്. പാറക്കോറിക്ക് ചുറ്റുമായിട്ട് പല വാർഡുകളും പല പഞ്ചായത്തുകളുമാണ് ഉൾപ്പെടുന്നത്. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാറക്കോറിക്ക് ചുറ്റുമായിട്ട് 4 പഞ്ചായത്താണുള്ളത്. തിരുവനന്തപുരം ജില്ലയിലുള്ള പഞ്ചായത്ത് വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു വാർഡിനെ അനുസരിച്ച് പറയുന്നേ? എന്റെ പേര് ഞാൻ ഈ പ്രദേശത്ത് ഇപ്പോ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പാറയുടെ അടുത്ത് താമസിക്കുന്ന ആളാണ്. സുഖമില്ലാത്ത ആൾക്ക് പ്രായമായ ആളാണ്. എനിക്ക് വളരെ വേദനയോടെ പറയാനുള്ള കാര്യം, ഈ പാറക്കോറി മാഫിയകള് വളരെ വിദഗ്ധമായിട്ടൊരു സർവേയും സംഘടിപ്പിച്ചുകൊണ്ട് അതിന് പക്ഷെ ഗവൺമെന്റ് അതിനുണ്ടാവോ എന്ന് എനിക്കറിയില്ല. പദ്ധതി സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഈ ആദ്യ ചുറ്റാകരിക്കുന്ന പാവപ്പെട്ട ആളുകള് ഈ ഇതിന്റെ വിദഗ്ധമായ ഇത് അവതരിപ്പിച്ചത് ഇതിനോട് ഒരു ദോഷമില്ലെന്നും ഇതെല്ലാം സർക്കാർ അംഗീകരിച്ചതാണെന്നും ഇതൊക്കെ നടത്താവുന്നതാണെന്നും ഈ ഞങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചത് ഈ മുതലാളിക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്നു അവർക്കറിയാവുന്നത് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുന്നത് കിടക്കുന്നവർക്ക് അറിയുള്ളൂ. ഞങ്ങളുടെ വീടുകൾ വിടലുകൾ വീട് കഴിഞ്ഞു. ഞങ്ങൾക്കൊരു പശുവിനെ നിർത്തി ജീവിക്കാൻ നിർത്തിയില്ല. പശുക്കൾ ഒരു കോഴി വളർത്താൻ നിർത്തിയില്ല. പ്രദേശത്തുണ്ട് സർ. ഞങ്ങൾ അനേകം പരാതികൾ അവിടെ ഈ പാറക്കോറിക്കെതിരെ ഒരു പ്രത്യേക സമരസമിതി രൂപീകരിക്കുകയും നാട്ടിലാക്കി ഞങ്ങളോടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു സമിതി രൂപീകരിക്കുകയും ഈ കോടതികളിൽ മുറിക്ക് കയറിയിറങ്ങി ഒരുപാട് പേപ്പറുകൾ സംഘടിപ്പിച്ച് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് ഇതിനെതിരെ പഞ്ചായത്ത് അനുമതി കൊടുത്തതിനെ സംബന്ധിച്ചൊക്കെ പ്രതിഷേധങ്ങൾ നടന്നു. ഒരുപാട് സമരങ്ങൾ ഹിയറിങ്ങിൻ്റെ സമയം ഒരല്പ സമയത്തേക്ക് ഞങ്ങൾ ഉറപ്പിക്കുന്നു. വീണ്ടും ഹിയറിങ്ങിൻ്റെ വിശേഷങ്ങളുമായി ശശി. നന്ദി, നമസ്കാരം.